അതുകൊണ്ടാണ് ഈശോ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോ ഇവിടെ വചനം പറയുകയാണ്. എത്ര മാലാഖമാർ ഇവിടെ ഉണ്ടെന്ന് അറിയാമോ? ചുറ്റും വചനം കേൾക്കാൻ. അവർ കൊത്തി എടുത്തോണ്ട് പോവുകയാണ്. ആഗ്രഹിച്ചവർ വരികയാണോ? 1, 10, 1, 12 കൃപ കിട്ടുമ്പോഴേ നിങ്ങൾക്കറിയുള്ളൂ ഇവിടെ നിറച്ച മാലാഖമാരാണ്. നേരത്തെ അത് മറ്റവനായിരുന്നു കേട്ടോ. വചനം വരുമ്പോ എല്ലാം രക്ഷപ്രവഹിക്കാൻ വരും. ഈശോയിൽ വചനം ഉണ്ടെങ്കിൽ എല്ലാം വന്ന് കാലിലെല്ലാം വീഴുന്നത് നമ്മുടെ കാലമാണോ? വചനമാണ്. കൃപയില്ലാത്തവന് തോന്നുന്നു നമ്മുടെ കാലമാണ്. നിങ്ങളുടെ വചനം വന്നാലും അശുദ്ധ ശക്തിയോടെ ഒന്ന് ബന്ധിച്ചിട്ട് പറയാൻ ഈ ഇരിക്കുന്ന വല്യമ്മമാരിലും ചേട്ടന്മാരിലും ചേട്ടന്മാരും സഹോദരന്മാരിലും ഏറ്റവും കൂടുതൽ വചനമുള്ള യേശുവിന്റെ കാലെപ്പന്നി വീണെന്ന് പറഞ്ഞാൽ അവൻ ആരെ കാലെന്ന് വീഴും? തിരക്കി പിടിക്കും. അവനറിയാം അവന്റെ ആ ചേച്ചിയുടെ കാല ഒന്ന് ചിലപ്പോൾ വീഴുന്നത് സഹോദരന്മാരുടെ കാലയിലായിരിക്കില്ല. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കൊച്ചുങ്ങളുടെ കാലയിലായിരിക്കും. മാറ്റം നടന്നിരിക്കും. വല്യമ്മയുടെ കാലം ചിന്തയില്ല. അവനറിയാം യാക്കോബ് 2:19 എവിടെയാണ് വചനം കിടക്കുന്നത്, എവിടെയാണ് കൃപയുള്ളത്? അതാണ് കൃപ. അതുകൊണ്ടാണ് കൃപ വന്നാൽ എല്ലാവരും നിങ്ങളോട് എതിരാവും. എന്നാൽ ഈശോ പറഞ്ഞില്ലേ, എന്റെ നാമം വഹിക്കുമ്പോൾ ലോകം മുഴുവനും ഭയപ്പെടാതെ എതിരാവും. എന്റെ നാമത്തെ പ്രതി ചെറുങ്ങിയ 31:2 മരുഭൂമിയിൽ കൃപ കണ്ടെത്തി എന്ന് പറയുന്ന വാളിനെ അതിജീവിച്ചവർ. സഹിക്കണം. ഈശോയിൽ വന്ന് സഹിക്കാനായിട്ട് വലിയ പ്രയാസമാണ്. ആദ്യത്തെ സാധനം പറഞ്ഞാൽ പലരും പൊയ്ക്കളെ. അയ്യോ, ഇങ്ങനെയാണ് ഞാൻ ഈശോനെ വേണ്ടത്. പോണതങ്ങോട്ടാണ് വലിയ പാതാളത്തിലോട്ടായിരിക്കും. ചിലർ പണക്കാരെല്ലാം ഒന്നുമില്ലാതെ പോയി കണ്ടിട്ടില്ല. എവിടെയാ വചനം മരിക്കുന്നത്? ജോബ് 21:13 വായിച്ചു. പലരും വളരെ ഐശ്വര്യത്തോടെ വലിയ കാറും പ്രതാപവും ഇല്ലേ, സ്വർണവും എഡ്യൂക്കേഷനും നടപ്പൊക്കെ കണ്ട ഭയങ്കരമാണ് ഇല്ലേ. പ്രഭാഷ 19, 29, 30 ആകെ വ്യത്യാസം എന്താണ്? പൗലോസിന്റെ കാലവും ആത്മാവ് എല്ലാം ഒന്നിന് വ്യത്യാസം നമ്മുടെ ചിരി, കഥച്ചിരി. പിന്നെ കേൾക്ക്, എല്ലാം വചനമുണ്ട്. അവർ ഐശ്വര്യത്തോടെ ജനങ്ങൾ കഴിക്കുന്നു. ഐശ്വര്യത്തോടെ ജനങ്ങൾ കഴിക്കുന്നു. നല്ല ചോറും കറിയൊക്കെ വെച്ച് കാറും ഒക്കെ ആയിട്ടൊക്കെ നടന്ന് എന്നിട്ട് എങ്ങോട്ടാ പോണം? സമാധാനത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങും. സമാധാനത്തോടെ അങ്ങോട്ട് പോണോ? അപ്പൊ ഓർത്തോണം, ഇവിടുത്തെ വലിയ പണക്കാരും എല്ലാം കേട്ടോ. അങ്ങനെ പോണോ? നിനക്ക് സമാധാനത്തോടെ പാതാളത്തിലോട്ട് പോകുന്നു കേട്ടോ. അതാണ് പറയുന്നത്, ജോബ് പുസ്തകം പറയുന്നത്. അപ്പൊ മറ്റേ പറയുന്നത് എന്താ? എല്ലാത്തിനും വചനമുണ്ട്. അപ്പൊ നമ്മള് പരിശുദ്ധാരൂപി അവിടെ സങ്കീർത്തനം 84 വായിക്കാൻ വേണ്ടി തീർത്തില്ല. സൈന്യങ്ങളിലെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. എന്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദ ഗാനം ആലപിക്കുന്നു. ഇതൊക്കെ കാണപ്പെടാൻ പഠിക്കണമായിരുന്നു. കേട്ടിരിക്കും. സിനിമാ പാട്ട് മോളിയിരിക്കണ്ട. ഇത് കേട്ടോ, ഇതൊക്കെ പഠിക്കേണ്ടത്. ഒരു സംഗീതം വരുമ്പോ ദൈവം പ്രത്യേക കൃപ തരികയാണ്. 1 കൊരിന്ത്യർ 14:26 പറയുന്നത് കൊണ്ടാണ്. എഫെസോസ് 5:18-19 നിങ്ങളുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകണം ആയുധം. ഒരു സങ്കീർത്തനങ്ങളോ ഗാനാലാപനങ്ങളോ ജ്ഞാനശബ്ദങ്ങളോ കണ്ടോ. അല്ല വരണിപ്പാട്ടല്ല, ഇതാണ് കയ്യിൽ വേണ്ടത് കണ്ടോ. ഇതെല്ലാം നിങ്ങൾ ഹൃദയസ്ഥമാക്കണം. മറ്റെല്ലാം പോകുമ്പോ തെറിച്ചു പോകും. എന്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദ ഗാനം ആലപിക്കുന്നു. എന്റെ രാജാവും ദൈവമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും നീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പിന്നെ അവർ സ്തുതിക്കുക വീട്ടിൽ ഭാഷാവരത്തെ സ്തുതിക്കണം കേട്ടോ. റോമ 8:26 ഭാഷാവരത്തെ സ്തുതിച്ചു. 1 കൊരിന്ത്യർ 14 1-5 വനത്തില് ഭാഷാവരത്തെ സ്തുതിച്ചു വരുമ്പോ നമുക്ക് ആത്മാവിന് ശക്തി കിട്ടും കേട്ടോ. സഹിക്കാനുള്ള ശക്തി, ധൈര്യം, ഭയമെല്ലാം വിട്ടുപോകും. ഉത്കണ്ഠ കേട്ടോ. എന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കും, മക്കൾക്ക് എന്ത് സംഭവിക്കും, ഭർത്താവിന് ഒന്നും ഉണ്ടാകില്ല. ഈ സ്തുതിച്ചു വരുമ്പോ സ്വന്തം ആത്മാവിന് ശക്തി കിട്ടും. അതാണ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ നിങ്ങൾ തേങ്ങ ചിരട്ടുമ്പോഴും ഇല്ലേ, കറി വെക്കുമ്പോഴും അലക്കുമ്പോഴും എല്ലാം എന്ത് ചെയ്യണം? വെറുതെ നടക്കുമ്പോൾ സ്തുതിച്ച്. പലരും കളിയാക്കും, കളിയാക്കിക്കോട്ടെ.
പക്ഷെ നമുക്ക് ആത്മാവിന് ശക്തി കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ 4 കൊല്ലം കഴിയുമ്പോഴും ആത്മാവിന്റെ ശക്തിയാണ് അവൻ ഇന്ന് ധ്യാനം കൂടിയവര് ദൈവം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും. ലോകത്തിന്റെ ദീപസ്തംഭങ്ങളാക്കി മാറ്റും. അപ്പോസ്തലപ്രവൃത്തി 13:47 അനേക വിഖ്യാതർക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കും. ആ കൃപയിലോട്ട് ദൈവം കൊണ്ടുവരും. അതുകൊണ്ടാണ് ആയിരക്കണക്കിനൊന്നും അല്ല ആവശ്യം ദൈവത്തിന്. അതുകൊണ്ടാണ് മിസ്റ്റർ പൗലോസ് പറയുന്നത് ആകെ 7000 പേരെ ഉണ്ട് ലോകത്തില്. റോമ 11:1 രാജാക്കന്മാർ 19:18 വൃത്തിയിൽ കണ്ടാലോ എല്ലായിടത്തും ഇതാണെന്നത്. നിങ്ങൾ കൃപയിൽ വന്ന ആരാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അവിടെ കൃപയിൽ വരണം കേട്ടോ. ഒരു പ്രബോധനത്തിലും ആരും വീണു പോകരുത്. അനേക പ്രബോധകർ വരും പല വിധത്തില്. അതാണ് എബ്രായർ 13:9 നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തിയാണ് ഉത്തമം. ഹൃദയത്തെ തന്റെ വചനം കൊണ്ട്, കർത്താവിന്റെ വചനമില്ലെങ്കിലോ എല്ലാം കാറ്റാണ്. ജെറമ്യാ 5:13 വചനം വന്നാലോ നിത്യജീവൻ നിങ്ങളിൽ നമ്മിലാണ്. യോഹന്നാൻ 6:68 എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അങ്ങയിൽ ശക്തി കണ്ടെത്തിയിരിക്കുന്നതാണ്. ഇപ്പോ കണ്ടെത്തിയതല്ല, എത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾ അറിയാതെ ഇത് മുളച്ചു വരും കേട്ടോ. അതാണ് മർക്കോസ് 4 നിങ്ങൾ അറിയാതെ തന്നെ 26-29 നിങ്ങളെല്ലാം ജീവിച്ച് പോയി വീടുകളിലൊക്കെ പ്രവേശിച്ച്. പക്ഷെ ഈ കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ ഇവിടെ ഇട്ടിരിക്കുന്ന വിത്തുകളല്ല. എത്ര വനം കിട്ടിയിട്ടുണ്ട്? ഈ വിട്ടിട്ടുണ്ട് 1000 കൂടുതലുണ്ടോ? ഉണ്ട് കേട്ടോ. എഴുതിയെടുത്തവരെല്ലാം അവനം വെച്ച് വായിക്കണം. അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീതികളുണ്ട്. കർത്താവിന്റെ രാജ്യത്തിലോട്ട് ഭവനത്തിന് ബക്ക താഴ്വരയിലേക്ക് കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവുകളുടെ താഴ്വരയാക്കുന്നു. ശരത്കാല വൃഷ്ടി അതിന് ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു. നമ്മൾ വലുതായിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ വീട്ടിൽ ചിലങ്ങളൊക്കെ അങ്ങനെ കിടക്കും. വരികയില്ല, ഉപ്പിന് മാറ്റി വെച്ചിരിക്കുക. അതല്ല, എസെക്കിയേൽ 17:47-11 തൊട്ടടുത്തുള്ളവരും അനിയത്തി തേടുത്തി നാത്തൂനൊന്നും വരികയില്ല. കളിയനും ചേട്ടന്മാരും അവർക്ക് അവിടെ കിടക്കും. അതിനെ മാറ്റി വെച്ചിരിക്കുകയാണ് ദൈവം. മാനസാന്തരപ്പെടുത്തിയില്ല. അത് അവിടെ തന്നെ പോകണം. അത് ദൈവത്തിന് നിശ്ചയമാണ്. അതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയും വേണ്ട കേട്ടോ. മധ്യസ്ഥ പ്രാർത്ഥനക്കാരോട് ജെറമ്യാ 7:16 അവർക്ക് മധ്യസ്ഥ പ്രാർത്ഥന വേണ്ട. അത് വെള്ളിക്കിട്ടമാണ്. ജെറമ്യാ 6:30 അതുകൊണ്ട് അവരെ ഒരിക്കലും ദൈവം മാനസാന്തരപ്പെടുത്തില്ല. യെശയ്യാ 6:9-10 അത് ഈശോ തന്നെ പറഞ്ഞത്. യോഹന്നാൻ 12:40 അല്ലാത്തവർക്ക് വേണ്ടി എല്ലാം നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണം കേട്ടോ. നമുക്ക് വേണ്ടി ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ധ്യാനത്തിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തമ്മിൽ മധ്യസ്ഥ പ്രാർത്ഥന. 1 യോഹന്നാൻ 5:16-17 അതുകൊണ്ട് ആ വനമൊന്ന് വായിച്ചാൽ ഈശോ പറഞ്ഞത്. ലൂക്കാ 22:31-32 വാക്യത്തില് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് കേൾക്ക്. ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ നിയമിച്ചു. ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ സാത്താൻ എന്ത് ചെയ്യും? ഗോതമ്പ് പോലെ പാറ്റാൻ തുനിയും നിങ്ങളെല്ലാം. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. ഞാൻ നിനക്ക് വേണ്ടി, ഞങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളപ്പോ എന്ത് ചെയ്യണം? നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. തിരിച്ചു വന്ന് സഹോദരന്മാരെ കണ്ടോ. പിന്നെ ശിമയോൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാൻ മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. അതെല്ലാം പറയും. സമയം വരെ ഓടിക്കോളെ. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ലെന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി പോവുകയില്ല. കണ്ടോ, നിങ്ങളും പറയും ഇതുപോലെ തന്നെ. അത് എന്തിനാണ് കൃപ വർദ്ധിപ്പിക്കാൻ? തള്ളി പറയും കണ്ടോ. ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം തള്ളി പറഞ്ഞു പ്രവചിച്ചതാണ് കേട്ടോ. അവർക്ക് കൂടുതൽ കൃപ ഇപ്പൊ കിട്ടി കേട്ടോ. വർഗീസ് ബ്രദർ പറയുന്നത് എനിക്ക് 1.5 കൊല്ലം പോയി ബ്രദർ. 1.5 കൊല്ലം സംശയിച്ചാണ് കൂടെ അടയ്ക്കുന്നത്. അവിടനാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് എല്ലാവരോടും ഇപ്പോഴാണത് അറിയുന്നത്. 3 കൊല്ലം പോയല്ലോ. അതുപോലെയാണ് നമ്മുടെ വിശ്വാസം കേട്ടോ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പ്രാർത്ഥിക്കണം. അതാ വിശുദ്ധ പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 9:27 വാക്യത്തില് ഞാൻ തന്നെ വീണുപോകുന്ന ഭയപ്പെടുന്നു, നിൽക്കുന്നവൻ തന്നെ വീണുപോകുന്നു നമ്മൾ അറിയണം. 1 കൊരിന്ത്യർ 10:12-13 ഏത് പ്രലോഭനം വന്നാലും
അത് തടുക്കാനുള്ള ശക്തി ഈശോ അപ്പപ്പം തന്നോളും കേട്ടോ. ഇനി പേടിക്കണ്ട, ഈ കൃപയിൽ വന്നാൽ അപ്പ കർത്താവ് വരും. ഒരുത്തം വന്നാല് കർത്താവ് നിങ്ങളെ തൊടിയിക്കല, അവൻ വേറെ വഴിക്ക് വിടും. ശത്രു വന്നാലും കൂടി കേട്ടോ, ഒന്നും തൊടില്ല. ഇപ്പൊ ഏതാണ്ട് മഴ പറഞ്ഞുകൊണ്ട് വരും, പക്ഷെ അങ്ങനെ തന്നെ പോകുന്നത് 1 പത്രോസ് 4:12 അപ്രതീക്ഷിതമായി ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ പേടിക്കോ? ആരിവിടെ സൗകര്യം ഉണ്ടാതിരിക്കുക, സൗരന്മാരും കൊടുക്കന്മാരാണ്. മുമ്പിലിരിക്കുന്നതാണോ എന്നെ ഇഷ്ടം? ഒരു ദിവസം കർത്താവിന് മുമ്പിലിരിക്കുന്നതാണോ? നല്ല ഭക്ഷണമായിട്ടിരിക്കുന്നതാണോ ഇഷ്ടം? ഒരു ദിവസം കർത്താവിന് മുമ്പിലിരിക്കുന്നതാണോ? നല്ല സാരിയും സ്വർണമൊക്കെ ഇട്ട് തകർത്ത് എരിപ്പണമാക്കി ആരെ പോലെയാണ്? മിസ് യൂണിവേഴ്സിനെ പോലെ അല്ലെ ഇരിക്കുന്നതാണോ ഇഷ്ടം? ഒരു ദിവസം കർത്താവിന്റെ മുമ്പിൽ പോയിരിക്കുന്നതാണ്. ആ ഇരിപ്പിനെ എന്ത് രസമായിരിക്കും. ഈശോയുടെ കൂടെ ഇരിക്കുന്ന പറഞ്ഞാൽ